Good morning. Myself Reshma, lecturer in mathematics, Malabar Polytechnic College, Kottakkal. ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ 2021 സ്കീം പ്രകാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എക്സാം നമുക്ക് 16-നാണ് എക്സാം, ജാനുവരി 16-ന്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക. അതുപോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ 2021 സ്കീം പ്രകാരം നമുക്ക് 75 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ 75 മാർക്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ 7 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. 1 മാർക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കവർ ചെയ്ത് പോവാം. മാക്സിമം എല്ലാറ്റിലും കവർ ചെയ്തിട്ട് എല്ലാ സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കവർ ചെയ്ത് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോൺജുഗേറ്റ് ഓഫ് 4 + 3i. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. കോൺജുഗേറ്റ് കാണാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പറിന് റിയൽ പാർട്ടും ഉണ്ടായിരിക്കും, ഇമാജിനറി പാർട്ടും ഉണ്ടാവും. അപ്പോൾ 4 + 3i എന്ന് പറയുന്നതിൽ 4 എന്ന് പറയുന്നത് റിയൽ പാർട്ടും 3i എന്ന് പറയുന്ന പാർട്ടിനെയാണ് ഇമാജിനറി പാർട്ട് എന്ന് പറയാം. അപ്പോൾ കോൺജുഗേറ്റ് ആണ് നമ്മളോട് കാണാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 4 + 3iൻ്റെ ഇമാജിനറി പാർട്ടിലാണ് നമ്മൾ ചേഞ്ച് വരുത്തേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് കോൺജുഗേറ്റ് ഇസ് ഈക്വൽ ടു എന്താണ് വരിക, 4 + 3i എന്നുള്ളത് എന്തായി മാറും, 4 - 3i. ദിസ് ഈസ് ദ കോൺജുഗേറ്റ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ചില ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാം, ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ട് അതിൻ്റെ റിയൽ പാർട്ട് ഏത്, ഇമാജിനറി പാർട്ട് ഏത് എന്നുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ റിയൽ പാർട്ട് എന്ന് പറയുന്നത് 4ഉം ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് +3ഉം ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1 മാർക്കാണ്. റൈറ്റ് ഡൗൺ ദ എല്ലാതും ചെയ്യുന്നില്ല, ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം ചെയ്തു പോകുന്നുള്ളൂ. ഇവാലുവേറ്റ് tan square 60 + tan square 45. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സ്റ്റാൻഡേർഡ് ആംഗിൾസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റും. അപ്പോൾ tan square 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് അതിൻ്റെ വാല്യൂ, √3 ആണെന്നറിയാം. അപ്പോൾ അതിനെ സ്ക്വയർ പ്ലസ് tan square 45 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, രണ്ടും കൂടി കാൽക്കുലേറ്ററിൽ നിങ്ങൾ തന്നെ അടിക്കുക. √3നെ സ്ക്വയർ ചെയ്താൽ 3 ആയിരിക്കും. 3 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫോർമുല ഫോർ tan a + b. ഫോർമുല ഫോർ tan a + b. അപ്പോൾ ഒന്നുകിൽ tan a + b ചോദിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ tan a - b ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് പഠിച്ചു വെക്കുക. tan a + bയുടെ പ്രോബ്ലംസ് നമ്മുടെ 7 മാർക്ക് ക്വസ്റ്റ്യനിൽ മിക്കവാറും കാണാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്നത് എഴുതുന്നുണ്ട്. tan a + b ദാറ്റ് ഈസ് ഈക്വൽ ടു tan a + tan b ഡിവൈഡഡ് ബൈ 1 - tan a × tan b. ഓക്കെ, അപ്പോൾ tan a + b എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ജസ്റ്റ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈ tan ഒന്ന് ഉള്ളിലേക്ക് എടുക്കുന്നതായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ എന്താ വരിക, tan a + tan b ഹോൾ ഡിവൈഡ് ബൈ 1 - tan a tan b. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ലിമിറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എടുക്കാം നമുക്ക്. ലിമിറ്റിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവാലുവേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഫൈൻഡ് എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവാലുവേറ്റ് ലിമിറ്റ് x → 0 2 + 3x ഹോൾ ഡിവൈഡ് ബൈ 4 - 5x. ഇതാണ് ക്വസ്റ്റ്യൻ തന്നുള്ളത്. അപ്പോൾ ലിമിറ്റ് ആണെന്ന് നമ്മളെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, നമുക്കിവിടെ സൈഡിൽ LIM അല്ലെങ്കിൽ LT എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് സെക്ഷനത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, ലിമിറ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ ക്വസ്റ്റ്യനിൽ നോക്കൂ, ലിമിറ്റ് x → to x എന്തിലേക്കാണ് പോകുന്നത്, 0ലേക്കാണ് പോകുന്നത്. ഈ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. കാരണം എന്താ, x 0ലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ x ഉള്ള സ്ഥലത്തൊക്കെ നമ്മൾ എന്തുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 0s കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താണ് ആൻസർ എന്താ വരിക, ഒറ്റയടിക്ക് നമുക്ക് പറയാം 3 × 0 ഡിവൈഡ് ബൈ 4 -
ഇൻറ്റു 4 മൈനസ് 5 ഇൻറ്റു 0 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും 2/4. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് സോൾവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ലിമിറ്റ് നമ്മളിനി കുറച്ച് ഡിഫറൻസിയേഷനിലേക്ക് പോവാം. ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക, എല്ലാ ക്വസ്റ്റ്യനിലും അധികം dy/dx എങ്ങനെയാണ്, ഫൈൻഡ് dy/dx ഇഫ് എന്ത് തന്നിട്ടുണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ y ഈസ് ഈക്വൽ ടു sin x പ്ലസ് e⁻x എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ dy/dx ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഡിഫറൻഷ്യൽ എന്നുള്ള സെക്ഷൻ എന്നാണ് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, dy/dx ഈക്വൽ ടു sin x ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എന്താ വരിക, എല്ലാവരും അറിയുന്ന നോർമൽ ഇക്വേഷനാണ്. sin x ഡിഫറൻഷ്യേറ്റ് ചെയ്യുക ദാറ്റ് ഈസ് ഈക്വൽ ടു cos x പ്ലസ് e⁻x ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്തെങ്കിലും കിട്ടുക, e⁻x. അപ്പോൾ അത് ഒറ്റയടിക്ക് നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി 6th ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 6th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഫ് ഡിഫറൻസിയേഷൻ തന്നെ സിമ്പിളായ ക്വസ്റ്റ്യനാണ്. ഇഫ് y ഈസ് ഈക്വൽ ടു e⁻x, y നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, e⁻x ആണ് തന്നിട്ടുണ്ട്. കാണാൻ എന്താ ചോദിച്ചിട്ടുള്ളത്, ഫൈൻഡ് d²y/dx² ആണ് കാണാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, y e⁻x തന്നിട്ടുണ്ട്, നമുക്ക് dy/dx അല്ല തന്നിട്ടുള്ളത്, d²y/dx² ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്, ഒരു പ്രാവശ്യമല്ല നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, സെക്കൻഡ് പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ്. അപ്പോൾ അതിനെ സെക്കൻഡ് ഡിഫറൻസിയേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, ഫസ്റ്റ് പ്രാവശ്യം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്തായി മാറും, അത് dy/dx ഈക്വൽ ടു എന്താ, e⁻x ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്തെന്നെയാണ് കിട്ടുക, e⁻x. ഇനി നെക്സ്റ്റ് ടൈം നമ്മൾ dy/dx ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ d²y/dx², അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം എങ്ങനെ എഴുതാറുണ്ടത്, y" എന്നും എഴുതാറുണ്ട്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ചിലപ്പം ഫൈൻഡ് y" എന്ന് ചോദിച്ചാൽ അത് എന്തെന്നെയാണ് ഉദ്ദേശിക്കുന്നത്, d²y/dx² ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്നെയാണ് വരിക, e⁻x. ഓക്കെ, അപ്പോൾ അതൊരു e⁻x വെച്ചിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് സാധാരണഗതിയിൽ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ഡിഫറൻസിയേഷൻ നമ്മളെ 3rd മോഡ്യൂൾ ഡിഫറൻസിയേഷനും 4th നമ്മൾ അപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷനാണ്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് ദ രണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസത്തെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയി, ഒരു 7ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് x² പ്ലസ് 5 എന്നാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് x² പ്ലസ് 5. അപ്പോൾ നമുക്കറിയാം x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d/dx ഓഫ് x⁻n എന്ന് പറഞ്ഞാൽ നമുക്കറിയാം n ഇൻറ്റു x⁻n-1 ആണ്. ഇതൊരു നമ്മൾ ഡിഫറൻസിയേഷനിൽ പഠിക്കുന്ന ഒരു ഫോമുലയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മിക്കവാറും നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ x⁻n വെച്ചിട്ടുള്ളത് എന്തായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് n എന്ന് പറയുന്നതിന് പകരം ഇവിടെ എത്രയാണ്, പവർ 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു d/dx ഓഫ് x² എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക, 2x⁻²-2 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, 2x2 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2x ഇങ്ങനെ എഴുതാം, 2x⁻1. അപ്പോൾ ഇതിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, അപ്പോൾ നമുക്ക് d/dx ഓഫ് x² ആണ് 2x കിട്ടി. ഇനി d/dx ഓഫ് 5 ആണ് കാണുള്ളത്. d/dx ഓഫ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ദാറ്റ്സ് വാല്യൂ ഈസ് ഈക്വൽ ടു എന്താണ്, 0 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താവും, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് x² പ്ലസ് 5ൻ്റെ ആൻസർ എന്തായിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു 2x. ഓക്കെ, അതിൻ്റെ ആൻസർ എന്തായിരിക്കും, 2x. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8th സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാൻ നമ്മളിപ്പോൾ d²y/dx² എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫൈൻഡ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എക്സിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ്, നമ്മൾ പറഞ്ഞില്ലേ dy/dx കാണുക ഫസ്റ്റ്, ദെൻ d²y/dx² കാണുക. അതിനെയാണ് എന്തെന്ന് പറയാം, സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റത്തെ പ്രാവശ്യം dy/dx ഓഫ് എക്സ് കാണുന്ന സമയത്ത് എന്തായി മാറി, dy/dx ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 1 ആണ്. ഇനി d²y/dx² ഓഫ് 1 എന്തായിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതിനെ കോൺസ്റ്റൻറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്തായി മാറും, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി
നമ്മൾ ടാൻ A+B പഠിച്ച പോലെ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടുന്ന ഒരു ഫോർമുലയാണ് ഫോർമുല ഫോർ ഏതാണ് ഫോർ ടാൻ A+B ആണ് നമ്മൾ നേരത്തെ ചെയ്തത്. ഇനി സൈൻ A+B നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. സൈൻ A+B ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് സൈൻ ഒന്നും പഠിക്കാത്ത ആൾക്കാർ മിനിമം സൈൻ A+Bയും ടാൻ A+B ഒക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് കൊടുക്കുക. സൈൻ A+B എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. സൈൻ A ഇൻറ്റു കോസ് B പ്ലസ് എന്ത് വരും കോസ് A ഇൻറ്റു സൈൻ B. ഓക്കെ, അങ്ങനെ വരും. അപ്പോൾ ഈ ഫോർമുല ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക. സൈൻ A+B അതുപോലെ ടാൻ A+B അപ്പോൾ അങ്ങനത്തെ ഫോർമുലാസൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. ഇനി നമ്മളെ കോംപ്ലക്സ് നമ്പർ എന്ന് സാധാരണ എപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. റൈറ്റ് ദ ഇക്വേഷൻ ടു എ സ്ട്രെയിറ്റ് ലൈൻ, റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ ടു എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് ഈക്വൽ ടു 2. സ്ലോപ്പ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട് 2 ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ y ഇൻറ്റർസെപ്റ്റ് ആൻഡ് y ഇൻറ്റർസെപ്റ്റ് ഈസ് ഈക്വൽ ടു -1. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. റൈറ്റ് ഹാൻഡ് ഇക്വേഷൻ ടു എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് 2 ആൻഡ് y ഇൻറ്റർസെപ്റ്റ്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സ്ലോപ്പും തന്നിട്ടുണ്ട് y ഇൻറ്റർസെപ്റ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് മോഡ്യൂളത്തെയാണ് നമ്മളെ കോംപ്ലക്സ് നമ്പർ ആണ് കേട്ടോ. അപ്പോൾ സ്ലോപ്പ് ഇൻറ്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്ന ഒരു ഫോമുണ്ട്. ആ ഫോമിൽ ലൈനിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാം? റൈറ്റ് y ഈസ് ഈക്വൽ ടു mx പ്ലസ് സി. എന്താണ് y ഈസ് ഈക്വൽ ടു mx പ്ലസ് സി. അപ്പോൾ അതിൽ y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല. y എന്ന് പറഞ്ഞ ഇക്വേഷനാണ്, സോറി, m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ലോപ്പ് എന്ന് പറയുന്ന സാധനത്തിനെയാണ് എന്ത് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് 2 ആണെന്ന് ഗീവൺ തന്നിട്ടുള്ളത്. അപ്പോൾ 2 ഇൻറ്റു എക്സ് പ്ലസ് y ഇൻറ്റർസെപ്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു -. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം 2x - 1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സ്റ്റാൻഡേർഡ് ആംഗിൾസൊക്കെ അത്യാവശ്യം നിങ്ങൾ നോക്കി പോവുക. സ്റ്റാൻഡേർഡ് ആംഗിൾസ് നോക്കിയാൽ തന്നെ നമുക്ക് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് 3 മാർക്കിലേക്ക് പോയാലോ. 3 മാർക്ക് ക്വസ്റ്റ്യൻസ് 3 മാർക്കിലേക്ക് പോവാം. ഞാൻ 2 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മിക്സഡ് ആയിട്ടാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ എന്ത് ചെയ്യാം ഇതിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കോംപ്ലക്സ് നമ്പറത്തെ ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. പാർട്ട് ബിയിൽ നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ പാർട്ട് എയിലായിരുന്നു. ഓക്കെ, പാർട്ട് ബിയിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോട്ട് ചെയ്യാം. ഷുവറായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ദ മോഡുലസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ്. മോഡുലസും എന്ത് കാണാൻ ചോദിക്കുക, ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ നമുക്ക് തരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് √3i. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ തന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫോമാറ്റ് എങ്ങനെയാണ്, എക്സ് പ്ലസ് y എന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുക. നമുക്ക് ഗീവൺ ആയിട്ടുള്ള എന്താണ് 1 പ്ലസ് √3i ആണ് ഗീവൺ ആയിട്ടുള്ള സാധനം. അപ്പോൾ ഇതിൽ നിന്ന് മോഡുലസ് കാണാനുള്ളൊരു ഫോർമുല ഉണ്ട്. മോഡുലസ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക, മോഡുലസ് ഈസ് ഈക്വൽ ടു ഫോർമുല എന്താണ് √(x² + y² എന്നാണ് ഫോർമുല. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഗീവൺ എക്സ് എന്ന് പറയുന്നത് ആരാണ്, എക്സ് എന്ന് പറയുന്നത് ആരാണ് 1ഉം y എന്ന് പറയുന്നത് ആളാരാണ് √3ഉമാണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 1² പ്ലസ് √3² ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക, ദാറ്റ് ഈസ് ഈക്വൽ ടു √4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ മോഡുലസ് കിട്ടി. അപ്പോൾ മോഡുലസിൻ്റെ ഫോർമുല നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക, √(x² + y²). ഇനി നെക്സ്റ്റ് നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്, ആംപ്ലിറ്റ്യൂഡ്. എന്താണ് ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആംഗിളായിട്ടാണ് ഈക്വൽ ടു തീറ്റ. അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്തറിയണം, ടാൻ ഇൻവേഴ്സ് ഓഫ് y/x. നമുക്ക് കാൽക്കുലേറ്ററിൽ ഈസി ആയിട്ട് ഇൻവേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ഷിഫ്റ്റ് അടിച്ചിട്ട് ടാൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കാൽക്കുലേറ്ററിൽ എന്ത് കാണാൻ പറ്റും, നിങ്ങൾക്ക് ടാൻ ഇൻവേഴ്സ് വരും. വെറും ടാൻ അമർത്തി കഴിഞ്ഞാൽ ഇൻവേഴ്സ് ആവില്ല. കാൽക്കുലേറ്ററിൽ ഷിഫ്റ്റ് അമർത്തിയിട്ട് ടാൻ യൂസ് ചെയ്യുക, എന്നിട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനിൽ y-ഉം x-ഉം ഒക്കെ അറിയാമല്ലോ, അപ്പോൾ അത് ഡയറക്റ്റ്ലി എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3/x എന്ന് പറയുന്നത് എന്താണ് 1 ആണ്. ദാറ്റ്
ദാറ്റ് ഈസ് ഈക്വൽ ടു √3/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണെന്ന് കാൽക്കുലേറ്റർ അടിച്ചാൽ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പോൾ ഷുവർ ക്വസ്റ്റ്യൻ 3 മാർക്കിൽ ഇത് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളെ കോംപ്ലക്സ് നമ്പർ മാറുന്ന മാത്രമേ ഉള്ളൂ. ഉറപ്പായാലും ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് ഇത് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഇപ്പം നമുക്ക് ഗിവൺ ഇഫ് ടാൻ തീറ്റ നമ്മൾ ട്രിഗ്നോമെട്രിയിലേക്ക് വന്നു കേട്ടോ. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 3 ആണെന്ന് തന്നിട്ടുണ്ട്. തീറ്റ ഈസ് അക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് നമ്മളോട് കാണാൻ ചോദിച്ചിട്ടുള്ളത്? ഫൈൻഡ് സൈൻ തീറ്റ ആൻഡ് കോസ് തീറ്റ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ നമുക്കറിയാം ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 3 ആണെന്നറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സീക്ക് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 1 + എന്താണ് ടാൻ സ്ക്വയർ തീറ്റയാണെന്നറിയാം. അത് ഫോർ നമുക്ക് ക്വസ്റ്റ്യനിൽ ടാൻ തീറ്റ അല്ലേ തന്നുള്ളത്. അപ്പോൾ 1 + 3² ദാറ്റ് ഈസ് ഈക്വൽ ടു √10. അപ്പോൾ അവിടെ തന്നെ അത് കിട്ടിക്കഴിഞ്ഞ് ഇനി കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത് എന്താണ് നമ്മളോട്? സൈൻ തീറ്റയും കോസ് തീറ്റയുമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ തീറ്റ കാണുന്നതിന് മുന്നേ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കോസ് തീറ്റ കാണാം. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 1/, എന്തെഴുതുക? √10. എങ്ങനെയാണ് 1/√10 കിട്ടിയത്? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ തീറ്റ പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസും കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? 1/√10 എന്നുള്ള വാല്യൂ കിട്ടി. ഇനി എന്ത് ചെയ്യുക? കോസ് തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ സൈൻ തീറ്റ കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്താ? 1 - cos² തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - 1/√10 എന്ന് അടിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് തീറ്റ എന്ന് പറയുന്നത് 1/√10 അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ലാസ്റ്റ് എന്ത് വരും? 3/√10 എന്ന് കിട്ടും. ഓക്കെ, ഇത് കാൽക്കുലേറ്ററിൽ അടിച്ചാൽ മതി, നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കുക. ഇനി ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അറിയുന്ന കാര്യം വെച്ചിട്ട് ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണെന്നറിയാം. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിനെ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണെന്ന് അറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് 3 ആക്കി എടുക്കുക. അഡ്ജസൻറ്റ് സൈഡ് നമുക്ക് ഡിനോമിനേറ്റർ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക? ഓപ്പോസിറ്റും അഡ്ജസൻറ്റും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതാണ് കണ്ടുപിടിക്കാനുള്ളത്? ഹൈപ്പോട്ട്ന്യൂസ് ആണ്. ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? √3² + 1² ദാറ്റ് ഈസ് ഈക്വൽ ടു 10. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഹൈപ്പോട്ട്ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ്. അതേപോലെ തന്നെ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ്. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് ഇപ്പോൾ ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ ഹൈപ്പോട്ട്ന്യൂസ് രണ്ട് സൈഡും നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? √10 കിട്ടിയിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഗീവൺ ആണ് 3 ആണെന്ന് എഴുതുക. അതേപോലെ തന്നെ കോസ് തീറ്റ ആണെന്നുണ്ടെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണെന്നറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയും കണ്ടുപിടിക്കാം. അപ്പോൾ എൻ്റെ ഒരു അറിവിൽ ഫോർമുലേഴ്സ് ടഫുള്ള ആൾക്കാരാണെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ഈ ടൈപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക? ചൂസ് ചെയ്യുകയായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മളിപ്പോൾ 3 മാർക്ക് ക്വസ്റ്റ്യനിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. 4th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രിഗ്നോമെട്രി തന്നെ. ഇഫ് ടാൻ എ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ടാൻ എ ഈസ് ഈക്വൽ ടു 1/2 തന്നിട്ടുണ്ട്. ടാൻ ബി എന്ന് പറയുന്നത് 1/3 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ആൻഡ് ബി ആർ അക്യൂട്ട് ആംഗിൾസ് എന്ന് പറയുന്നുണ്ട്. അക്യൂട്ട് ആംഗിൾസ് ഷോ ദാറ്റ് ക്വസ്റ്റ്യനിൽ എന്താ ഷോ ചെയ്യാൻ പറഞ്ഞല്ലോ? ഷോ ദാറ്റ് എ + ബി ഈക്വൽ ടു എത്ര ഡിഗ്രി ആണെന്ന് തെളിയിക്കണം? 45 ഡിഗ്രി ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ 1 മാർക്കിൽ നമ്മൾ പറഞ്ഞില്ലേ ടാൻ എ + ബിയുടെ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ടാൻ എ + ബിയുടെ ഫോർമുല ആദ്യം എടുത്ത് എഴുതുക. ടാൻ എ + ബി എന്താണ്? ടാൻ എ + ടാൻ ബി ഹോൾ ഡിവൈഡ് ബൈ 1 - ടാൻ എ ഇൻറ്റു ടാൻ ബി. അപ്പോൾ അത് ആദ്യം എടുത്ത് എഴുതുക. എന്നതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന ടാൻ എ ടാൻ ബി ഒക്കെ ഇല്ലേ, അതൊക്കെ ഡയറക്റ്റ്ലി ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ? 1/2 + 1/3 ഹോൾ ഡിവൈഡ് ബൈ 1 - ടാൻ എ എന്ന് പറഞ്ഞാൽ നമുക്ക് 1/2 ഇൻറ്റു 1/3. അപ്പോൾ കാൽക്കുലേറ്ററിൽ ചെയ്യാൻ പ്രയാസം ഇല്ല, ഈസിയാണ്. എങ്ങനെ ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ ഇനിയും അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇനി അതിൽ നിൽക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്ററിൽ അടിച്ചിട്ട് കണ്ടുപിടിക്കുക. 1/2 + 1/3 എന്ന് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്കൊരു വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 5/6. അത് കാൽക്കുലേറ്ററിൽ അതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട സാധനം ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. എന്നതിന് ശേഷം 1 എന്ന് കുറച്ച് എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക? 5/6. അപ്പോൾ
ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താ നോക്കൂ, ഷോ ദാറ്റ് a + b = 45 ഡിഗ്രി എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് a + b = 45 ഡിഗ്രി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം tan 45ൻ്റെ വാല്യൂ എത്രയാണ്. ഇത് സ്റ്റാൻഡേർഡ് ആണ്. tan 45ൻ്റെ വാല്യൂ എത്രയാണ്, സ്റ്റാൻഡേർഡ് ആംഗിൾസിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. tan 45 = 1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം എക്സാമിന് ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈയോ എന്തെങ്കിലും ചെയ്തിട്ട് 1 അല്ലാത്തൊരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ തന്നെ മനസ്സിലാക്കണം പ്രോബ്ലത്തിൽ എവിടെയോ തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ നോർമലി ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ a + b യും റൈറ്റ് ഹാൻഡ് സൈഡിൽ 45 ഡിഗ്രിയും അല്ലേ. അപ്പോൾ രണ്ട് സൈഡിലും ടാൻ ആൻഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ tan 45 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തേ വരാൻ പാടുള്ളൂ, 1 വരാൻ പാടുള്ളൂ എന്ന് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം കറക്റ്റ് ആക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് കുറച്ച് ലിമിറ്റിൻ്റെ ക്വസ്റ്റ്യൻ എടുക്കുക. ഓക്കെ, ട്രിഗ്നോമെട്രി വന്ന് ഇനി 5th ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഫൈൻഡ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, തീറ്റ ടെൻസ് ടു 0 എന്ത് തന്നിട്ടുണ്ട്, sin 5θ ഡിവൈഡഡ് ബൈ 2θ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ട്രിഗ്നോമെട്രിയിലെ ലിമിറ്റ് എന്ന് പറയുന്ന സെക്ഷനിലത്തെ ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പോൾ ഇതിൽ നമുക്ക് തന്നിട്ടുള്ളത് തീറ്റ ടെൻസ് ടു 0 ആണ്, sin 5θ ബൈ 2θ. ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ ഈ ഫോർമുല ആദ്യം എഴുതി വെക്കണം. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 sin θ ബൈ θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണെന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അത് നിങ്ങൾ അറിഞ്ഞാലേ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ sin θ ബൈ θ എന്താണോ തീറ്റയുടെ ഫംഗ്ഷനിലുള്ളത് അത് തന്നെ ഡിനോമിനേറ്ററിൽ വരും ചെയ്യാം. തീറ്റ എന്തിലേക്ക് പോവുകയും ചെയ്യണം, തീറ്റ ടെൻസ് ടു 0 ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റ് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുന്നതിന് പകരം അതിനൊരു ഫോർമുല ഉണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കൂ, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 sin 5θ തന്നിട്ടുള്ളത്. അപ്പോൾ ഡിനോമിനേറ്ററിൽ നമ്മളെ കയ്യിൽ എന്താ ഉള്ളത്, അടിയിൽ 2θ. പക്ഷെ നമുക്ക് എന്ത് വരണം, അവിടെ ഒരു 5ഉം വരണം. ക്വസ്റ്റ്യനിൽ നമുക്ക് ഓർഡിനറി ഒരു തീറ്റയുണ്ട്, പിന്നെ നമ്മളെ കൂടെ ആരുണ്ട്, ഒരു 2 ഇവിടെ കിടക്കുന്നില്ലേ, താഴെ ഒരു 2ഉം കിടക്കുന്നുണ്ട്. അപ്പോൾ sin 5θ ഇൻറ്റു 2 ഇൻറ്റു 5θ എന്ന് എഴുതി. നമുക്ക് വെറുതെ ഒരു ഡിനോമിനേറ്ററിൽ ഒരു 5 ഇട്ട് വെക്കാൻ പറ്റില്ല. അപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് 5നെ മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിൽ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, മൾട്ടിപ്ലൈ വിത്ത് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മളെ പ്രോബ്ലത്തിലെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും, ഇനി നിങ്ങൾ നോക്കൂ, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 sin 5θ ബൈ 5θ ഇൻറ്റു, ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് പ്രയാസമില്ലല്ലോ, നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്ത് എഴുതിയെന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ എന്താ, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 sin 5θ ബൈ 5θ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ ഏത് കണ്ടീഷൻ യൂസ് ചെയ്യാം, നമ്മളിവിടെ അപ്ലൈ ചെയ്ത കണ്ടീഷൻ യൂസ് ചെയ്യുക, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക, 1 ഇൻറ്റു 5/2. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ പ്രോബ്ലത്തിൽ എന്താണോ ന്യൂമറേറ്ററിൽ നിങ്ങൾക്ക് വരുന്നത് ആ ടേമിനെ താഴെ ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ല വെച്ചാൽ നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ആ നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആ ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി നമുക്ക് കുറച്ച് പ്രോഡക്റ്റ് റൂള്, അതുപോലെ കോഷ്യൻ റൂള്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 6th ക്വസ്റ്റ്യൻ അല്ലേ, നമ്മൾ 6th ക്വസ്റ്റ്യനിലേക്ക് എത്തി. ഡിഫറൻഷിയേറ്റ് y ഈസ് ഈക്വൽ ടു e റേസ് ടു x ഇൻറ്റു sec x വിത്ത് റെസ്പെക്റ്റ് ടു x എന്നാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, e റേസ് ടു x ഇൻറ്റു sec x. അപ്പോൾ ഇത് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന സെക്ഷനിലത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എക്സാമിന് നിങ്ങൾ ഇങ്ങനത്തെ പ്രോഡക്റ്റ് റൂളിൻ്റെയോ അല്ലെങ്കിൽ കോഷ്യൻ റൂളിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പ്രോഡക്റ്റ് റൂൾ അവിടെ എഴുതി വെക്കുക. പ്രോഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, d/dx ഓഫ് u ഇൻറ്റു വി. u എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷനും v എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഫംഗ്ഷനും, ദാറ്റ് ഈസ് ഈക്വൽ ടു u ഇൻറ്റു d/dx ഓഫ് v പ്ലസ് v ഇൻറ്റു d/dx ഓഫ് u. ഇതാണ് നമ്മളെ പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്നത്. പ്രോഡക്റ്റ് റൂൾ എന്ന് പ്രത്യേകിച്ച് പേര് വരാൻ കാരണം എന്താ, u ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ വന്നുകൊണ്ടാണ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗുണിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ബന്ധപ്പെട്ട് ഫസ്റ്റിൽ നമുക്ക് ഈ
ഇതിലേക്കൊന്ന് മാറ്റുമ്പോൾ എന്താ വ്യത്യാസം വരിക? d/dx ഓഫ് e⁻x ഇൻറ്റു എന്ത് വരും? sec x. അപ്പോൾ ഇതിനെയാണ് നമ്മൾ u ആക്കി എടുക്കുക, ഇതിനെയാണ് എന്തെന്ന് എടുക്കുക? v ആക്കിയിട്ട് എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു e⁻x മാറ്റമൊന്നുമില്ല ഇൻറ്റു d/dx ഓഫ് sec x പ്ലസ് sec x ഇൻറ്റു d/dx ഓഫ് ആര് വരും? e⁻x. ഇത്രയും നമ്മൾ സ്റ്റെപ്പ് എഴുതി വെക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ പ്രോബ്ലം തെറ്റിയാൽ കൂടി നിങ്ങൾക്ക് പ്രൊഡക്റ്റ് റൂളിൻ്റെ ഫോർമുലയ്ക്കെങ്കിലും മിനിമം ഒരു മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ക്വസ്റ്റ്യനിൽ പ്രൊഡക്റ്റ് ആണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത പ്രൊഡക്റ്റ് ഫോർമുല എഴുതി വെക്കുക. ഓക്കെ, e⁻x അതേപോലെ തന്നെ എഴുതി. ഇനി ഇൻറ്റു d/dx ഓഫ് sec x എന്ന് പറഞ്ഞാൽ എന്താ? sec x ഇൻറ്റു tan x പ്ലസ് sec x അതേപോലെ എഴുതി ഇൻറ്റു e⁻x. അപ്പോൾ പ്രൊഡക്റ്റ് ഫോർമുല യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ പ്രൊഡക്റ്റ് ഫോർമുല യൂസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ടും ചോദിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 7th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ചെറിയ ക്വസ്റ്റ്യൻ തരാം ഞാൻ. എന്തുകൊണ്ടാവും? പ്രൂവ് ദാറ്റ് sin A is equal to 0.6 A is acute. Find sin 2A ആണ് കാണാൻ ചോദിച്ചിട്ടുള്ളത്. sin 2A ഇത് കുറേ ഫോർമുലാസ് ഉണ്ട് അതിൽ, മൾട്ടിപ്പിൾ ആംഗിൾസിലൊക്കെ വരുന്നത്. പക്ഷേ മിനിമം നിങ്ങൾ ഈ sin 2A എങ്കിലും പഠിച്ചു പോവുക. sin 2A ഫോർമുല എന്ന് പറഞ്ഞാൽ ഈസിയാണ്, നമുക്ക് ഓർക്കാനും സുഖമാണ്. sin 2A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 2 sin A ഇൻറ്റു എന്താണ്? cos A. 2 sin A ഇൻറ്റു cos A. ക്വസ്റ്റ്യനിൽ നമ്മൾക്ക് ആര് മാത്രമേ തന്നിട്ടുള്ളൂ? sin A എന്ന് പറഞ്ഞാൽ 0.6 മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട sin A കിട്ടി, പക്ഷേ നമുക്ക് ആരെ കണ്ടുപിടിക്കണം? cos A കണ്ടുപിടിക്കണം. അപ്പോൾ cos A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 1 മൈനസ് sin സ്ക്വയർ A, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ എ എന്ന് പറഞ്ഞാൽ 0.6 തന്നിട്ട് 0.6 ഓൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 0.8 കിട്ടും. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. ഈ cos A 1 മൈനസ് സൈൻ സ്ക്വയർ നമുക്ക് ഓക്കെ ഈ സ്റ്റെപ്പ് ഒഴിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത് ആലോചിക്കുക. പിന്നെ അതിൻ്റെ പുറമേ നമ്മൾ ഇത് sin A 0.6 ഞാൻ പറഞ്ഞ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്ന ആ ഫോർമുല യൂസ് ചെയ്തും കണ്ടുപിടിക്കുക. അപ്പോൾ sin A എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് 0.6 എടുക്കുക. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ 0.6ൻ്റെ അടിയിൽ ആരായിട്ട് കൺസിഡർ ചെയ്യുക? ഒരു 1 ആയിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏതാണെന്ന് നിങ്ങൾക്ക് ഈസി ആ മെത്തേഡ് ഫോളോ ചെയ്യാം. ഞാൻ ഇതിൽ ഇക്വേഷൻ വെച്ചിട്ടുള്ളതാണ് ചെയ്തത്. ഓക്കെ, 2 ഇൻറ്റു sin A എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ 0.6 തന്നിട്ടുണ്ട്. cos A ഇപ്പോൾ നമുക്ക് എത്ര എന്ന് കിട്ടി? 0.8, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.96. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ഫോർമുല ഓർത്ത് വെക്കാനും അതുപോലെ ഈസി ആയ ഒരു ക്വസ്റ്റ്യനാണ്. sin 2A എന്ന് പറഞ്ഞാൽ എന്താണ്? sin 2A ഈസ് ഈക്വൽ ടു 2 sin A cos A. ഓക്കെ, ഇനി 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ട് കോംപ്ലക്സ് നമ്പർ തന്നിട്ട് കോംപ്ലക്സ് നമ്പറിൽ അഡീഷൻ നമുക്ക് നോക്കിയാലോ. ഇപ്പോൾ ഇഫ് ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് Z1 ഈസ് ഈക്വൽ ടു 3+i എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്. ആൻഡ് Z2 ഈസ് ഈക്വൽ ടു 5 - 2i തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈൻഡ് എന്താണ് കാണാൻ ചോദിച്ചിട്ടുള്ളത്? Z1 + Z2 ആൻഡ് Z1 - Z2. ഇതാണ് രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ Z1 + Z2 എന്ന് പറഞ്ഞാൽ രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യാനും Z1 - Z2 എന്ന് പറഞ്ഞാൽ രണ്ട് കോംപ്ലക്സ് നമ്പർ കുറയ്ക്കാനുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത് Z1 + Z2 ഒന്നെങ്കിൽ ക്വസ്റ്റ്യനിൽ അഡീഷൻ എന്ന് പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ Z1 + Z2 എന്ന് പറഞ്ഞാൽ അഡീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടുക, സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക. അത്ര ഒന്ന് മനസ്സിലാക്കി വെക്കുക. Z1 + Z2 എന്ന് പറഞ്ഞാൽ 3+i എന്നുള്ളത് മേലെ എഴുതുക. അതിൻ്റെ അടിയിൽ ആരെ കൊടുക്കുക? 5 - 2i കൊടുക്കുക. എന്നിട്ട് അഡീഷൻ നമുക്ക് ആദ്യം ചെയ്യാം. അഡീഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റിയൽ പാർട്ടുകൾ തമ്മിൽ മാത്രമേ കൂട്ടാൻ പാടൂ, ഇമാജിനറി പാർട്ടുകൾ മാത്രമേ കൂട്ടാൻ പാടുള്ളൂ. അപ്പോൾ 5 + 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു 8. ആൻഡ് 1 + -2 എന്ന് പറഞ്ഞാൽ എന്താ? -1i. അപ്പോൾ ഇത് ഇനിയും പ്ലസും മൈനസും കൂട്ടാനും കുറയ്ക്കാനും അറിയാത്ത ആൾക്കാർ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 - 1i എന്ന് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മളോട് സബ്ട്രാക്ഷനാണ് കാണാൻ ചോദിച്ചത്. Z - Z2 ദാറ്റ് ഈസ് ഈക്വൽ ടു
ആദ്യം എഴുതുക 3 + iനെ മേലെ എഴുതുക, അടിയിൽ ആരെഴുതുക 5 - 2i എന്നതിന് ശേഷം സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 1ൽ നിന്നാണ് ആരെ കുറയ്ക്കുന്നത് 1 - -2i എന്ന് പറഞ്ഞാൽ എന്താ നോക്കൂ 1 - -2 എന്ന് പറഞ്ഞാൽ അത് രണ്ടും കൂടി എന്തായി മാറി 3i മാറി. ദാറ്റ് ഈസ് ഈക്വൽ ടു 3i. ഇമാജിനറി പാർട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് 3 കിട്ടിയ +3 നമ്മൾ എഴുതുക. ഇനി റിയൽ പാർട്ട് 3 ന്ന് 5 പോയാൽ എന്തായിരിക്കും -2. ദാറ്റ് ഈസ് ഈക്വൽ ടു -2 + 3i. അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യൻസ് തന്നെ നോക്കൂ. ഇതിലത്തെ ഫസ്റ്റിൻ്റെ Z1 + Z2 8 - 1iയും അപ്പോൾ അതിലെ റിയൽ പാർട്ടാണ് 8. ഇമാജിനറി പാർട്ട് ഏതെന്ന് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എന്താ ഇമാജിനറി പാർട്ട് എന്താണ് -1. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ Z1 - Z2 ആൻസർ കിട്ടിയതിൽ റിയൽ പാർട്ട് -2ഉം ഇമാജിനറി പാർട്ട് എത്രയാണ് +3യും. അപ്പോൾ റിയലും ഇമാജിനറിയും ഏതാണെന്ന് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. റിയൽ പാർട്ടുകൾ മാത്രം കൂട്ടുക, അതേപോലെ തന്നെ റിയൽ പാർട്ട് മാത്രം കുറയ്ക്കുക ചോദിച്ചാൽ. ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് തന്നെ ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഇനിയിപ്പോൾ കോംപ്ലക്സ് നമ്പർ അത്രയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ഒരു പാരാമെട്രിക് ഫംഗ്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ സാധാരണ നമ്മളെപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. അത് നിങ്ങൾ എന്തായാലും പഠിക്കുക. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇഫ് x = a² ആൻഡ് y = 2at എന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് ഫൈൻഡ് dy/dx ആണ് കാണാൻ ചോദിച്ചത്. ദെർഫോർ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ ഇതുവരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസൊക്കെ നോക്കൂ. a² അല്ലായിരുന്നു. അപ്പോൾ നോക്കൂ, ഇങ്ങനെയല്ലേ നമ്മൾ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തത്. y = sin x. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ dy/dx = sin x ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും cos x. അങ്ങനെയാണ് നമ്മൾ ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ നോക്കൂ, x അല്ല തന്നിട്ടുള്ളത്. ഇവിടുത്തെ വേരിയബിൾ ആരാണ് tയിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത് എന്താണ് വിത്ത് റെസ്പെക്റ്റ് ടു x = at² ആകുമ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ dx/ എന്ത് വരും dx/dt = at² ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ a is a constant, t² ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2t. അപ്പോൾ അത് ആദ്യം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് ആദ്യം നമ്പർ 1 എന്ന് കൊടുക്കുക, ഫസ്റ്റത്തെ സ്റ്റെപ്പ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എന്ത് വരാം, നമുക്ക് സെക്കൻഡ് പാർട്ട് എന്താ തന്നുള്ളത് y = 2at എന്നാണ് തന്നുള്ളത്. നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. അപ്പോൾ yന് ചെയ്യുമ്പോൾ എന്താ dy/dt = 2, അതേപോലെ തന്നെ a, അതേപോലെ തന്നെ d/dx ഓഫ് t എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് 1 ആണ്. അപ്പോൾ dx/dtയും കിട്ടി, dy/dtയും കിട്ടി. ഇതിന് രണ്ടിനും രണ്ട് ഇക്വേഷൻസ് നമ്പർ ചെയ്യാം. ഇനി നമ്മൾക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ച സാധനം എന്താ ഫൈൻഡ് dy/dx ആണ് കാണാനുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ 2നെ ഇക്വേഷൻ 1നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു dy/dt ഹോൾ ഡിവൈഡ് ബൈ dx/dt. അപ്പോൾ ഡിയും ഡിയും ക്യാൻസലായി പോയി. അതേപോലെ ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ വരിക 2a ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്താ a × 2 × t. അപ്പോൾ എയും ക്യാൻസലായി, 2ഉം ക്യാൻസലായി. ദെർഫോർ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/t. എക്സാമിന് പല പ്രാവശ്യം കുട്ടികളെ പേപ്പർ നോക്കുമ്പോൾ കാണുന്ന ഒരു തെറ്റാണ്. ഈ എയും 2 ഒക്കെ വെട്ടും, എന്നിട്ട് ഈ 1/t എന്ന് എഴുതുന്നതിന് പകരം ഉത്തരം എന്ത് എഴുതിക്കൊണ്ടിരിക്കും t എന്ന് എഴുതി വെക്കും. ന്യൂമറേറ്ററിൽ 1 എഴുതാൻ ഉള്ള കാര്യം മറന്നുപോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി 9 ക്വസ്റ്റ്യനായി. നമുക്കൊരു 10ാമത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പാർട്ട് സിയിലേക്ക് പോകാം. ഓക്കെ, അതും ഡിഫറൻസിയേഷൻ തന്നെ എടുക്കുക. ഡിഫറൻസിയേഷനിലൊരു 12-13 ഫോർമുല നിങ്ങൾ കാണാതെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആ 13 ഫോർമുല പഠിക്കുക. പിന്നെ പ്രൊഡക്റ്റ് റൂള്, കോഷ്യൻ റൂള്, ഇത്രയും ഫോർമുലാസ് നന്നായി പഠിച്ചാൽ ഈസി ആയിട്ട് 3rd ഉം 4th ഉം ചെയ്യാൻ പറ്റും. അതിൽ ലിമിറ്റിൻ്റെ സെക്ഷൻ നിങ്ങൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് ചെയ്യുക. ഈസിയാണത് ആ സെക്ഷൻ. ഫൈൻഡ് dy/dx if xy is equal to c where c എന്ന് പറയുന്നത് എന്താണ് c is a constant. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിലും എന്തെന്നെ കാണാൻ ചോദിച്ചിട്ടുള്ളത് dy/dx ആണ് കാണാൻ ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, xy = c എന്നാണ് തന്നത്. ഇവിടെ ഡോട്ടൊന്നും തന്നില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം xy എന്ന് തന്നാൽ എന്താണത് പ്രോഡക്റ്റ് റൂൾ x.y = c എന്നാണ് തന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. dy/dx ഓഫ് x.y =
d/dx ഓഫ് എ കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും നമ്മൾ എന്ത് ചെയ്തു, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എക്സ് വൈ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് റൂൾ നമ്മൾ ഇനിയും റിപ്പീറ്റ് ചെയ്യുന്നില്ല, നേരെ ഫോർമുലയിലേക്ക് വരിക. ഫസ്റ്റ് ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, d/dx ഓഫ് ആര് വരും, y പ്ലസ് y ഇൻറ്റു d/dx ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ 1 ഈസ് ഈക്വൽ ടു d/dx ഓഫ് എ കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനിയോ അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും, എക്സ് ഇൻറ്റു dy/dx പ്ലസ് വൈ ഈക്വൽ ടു 0. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ആരാണ്, dy/dx ആണെന്നുള്ളൊരു ഓർമ്മ വേണം മനസ്സിൽ. dy/dx എക്സിനെ ഇവിടെ തന്നെ നിർത്തുക, എക്സ് ഇൻറ്റു dy/dx. ഈ പ്ലസ് വൈ അങ്ങോട്ട് പോകുമ്പോൾ എന്തായി മാറും, മൈനസ് വൈ ആയിട്ട് മാറും. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, എക്സ് dy/dx ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്രോബ്ലം ചെയ്യുക. ഡിഫറൻഷ്യൽ ചെയ്ത എക്സിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ /x ആക്കിയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇത്രയും സെക്ഷൻസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പാർട്ട് ബിയിൽ കുറച്ചും കൂടിയൊക്കെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാം. ഇനി നമുക്ക് 7 മാർക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 7 മാർക്ക് ക്വസ്റ്റ്യനിൽ പാർട്ട് സിയിൽ 7 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, ചോയ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് നല്ല ഓർമ്മ വേണം. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് ഓർക്കണം കേട്ടോ. ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ. എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ എടുക്കാമെന്ന് വിചാരിച്ചാൽ ഇതിൽ അഡീഷനും സബ്ട്രാക്ഷനും നമ്മൾ കോംപ്ലക്സ് നമ്പറിൻ്റെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, മൾട്ടിപ്ലൈ ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ചൂസ് ചെയ്തത്. അപ്പോൾ 1 + 2i ആൻഡ് എന്താണ് തന്നുള്ളത്, 2 - 3i. ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ എന്നുള്ള ക്വസ്റ്റ്യനാണ്. അതിൽ 1 + 2iയും തന്നിട്ടുണ്ട്, 2 - 3iയും തന്നിട്ടുണ്ട്. അതിൽ സെക്കൻഡ് പാർട്ട്, ഈ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് കാണൽ മാത്രമല്ല, അതിൽ സെക്കൻഡ് പാർട്ട് വേറൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഫൈൻഡ് ദ മോഡുലസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ്. മോഡുലസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ കവർ ചെയ്ത്, അതിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതുന്നുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു കോൺഫിഡൻസ് വരും ആ ക്വസ്റ്റ്യൻ ആദ്യത്തെ സെക്ഷൻ ചെയ്ത സ്ഥിതിക്ക്. 2 + 2i ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് സെക്ഷനിലേക്ക് നമുക്ക് പോവാം. മൾട്ടിപ്ലൈ സെക്ഷനിലേക്ക് തന്നെ നമുക്ക് ആദ്യം പോവാം. മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് 2 നമ്പേഴ്സും നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ഫോമാറ്റ് ഉണ്ട്. നമുക്ക് 1 എന്ന് പറയുന്ന നമ്പറിന് ആദ്യം ചൂസ് ചെയ്യും. അപ്പോൾ 1 × 2 എന്ന് ആദ്യം എഴുതാം. 1 × 2 - 1 × ആരാണ്, -1 × 3i പ്ലസ്, ഇനി അത് 1നെ കൊണ്ട് 2 മൾട്ടിപ്ലൈ ചെയ്താൽ നെക്സ്റ്റ് ആരെ ചൂസ് ചെയ്യണം, 2നെ ചൂസ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 2i - 2i × 3i. അപ്പോൾ 2i ഇൻറ്റു കേട്ടോ. ഓക്കെ, 2i × 3i. അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ ആദ്യം എഴുതി വെക്കുക. അപ്പോൾ 1 × 2 എന്ന് പറഞ്ഞാൽ 2 ആണ്, -1 × 3i എന്ന് പറഞ്ഞാൽ -3i പ്ലസ് 2 × 2 എന്ന് പറഞ്ഞാൽ 4i. ഇവിടെ -2 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു, ആദ്യം മൈനസ് എഴുതി, 3 × 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇനി നോക്കൂ, i × i എന്ന് പറഞ്ഞാൽ എന്താണ്, i² ആണ്. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് i² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു -1 ആണെന്ന് നമുക്കറിയാം. i² വാല്യൂ എന്താ, i² ഈസ് ഈക്വൽ ടു -1. അപ്പോൾ നമ്മളെ ഇക്വേഷനിൽ ഈ i² എന്ത് കൊണ്ട് കൊടുക്കണം, -1 കൊണ്ട് കൊടുക്കണം. -1 കൊടുത്താൽ എന്താ സംഭവിക്കുക, -1 × മൈനസ് എന്തായി മാറും, അടുത്ത സ്റ്റെപ്പിൽ പ്ലസ് ആയി മാറും. എല്ലാം കൂടി ചെയ്ത് പിന്നെ കാൽക്കുലേറ്ററിൽ നിങ്ങൾ ചെയ്യുക. 3iയും -1i വരും, +1i വരും. പിന്നെ നമ്മളെ കൂടെ ഇവിടെ ഒരു 2 ഉണ്ട്, ഈ 2 + 6. അപ്പോൾ ഒന്നുകൂടി ഞാൻ വേണമെങ്കിൽ സ്റ്റെപ്പ് എഴുതാം, +1i + 6. ഇങ്ങനെയാണ് നമുക്ക് വരിക. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് അത്രയും സ്റ്റെപ്പ് എഴുതുന്നത്. ഓക്കെ, അത്രയും സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല. 6 + 2 എന്ന് പറഞ്ഞാൽ 8 എഴുതുക, +1i. അപ്പോൾ റിയൽ പാർട്ട് 8ഉം ഇമാജിനറി പാർട്ട് എന്താണ്, 1iയും ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മളോട് അതിൽ സെക്കൻഡ് പാർട്ട് മോഡുലസും ആംപ്ലിറ്റ്യൂഡും കാണാൻ ചോദിച്ചിട്ടുണ്ട്. മോഡുലസ് എന്ന് പറഞ്ഞാൽ ഫോർമുല ഒന്ന് ഓർത്ത് നോക്കുക. മോഡുലസ് എങ്ങനെയാണ്, മോഡുലസ് എന്ന് പറഞ്ഞാൽ √(x² + y²) ദാറ്റ് ഈസ് ഈക്വൽ ടു 2 + 2².
ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് √8 കിട്ടും. ഓക്കെ, ഇനി ആംപ്ലിറ്റ്യൂഡ് തന്നെയാണ് കാണാൻ വെച്ചാൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ തീറ്റ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് y/x. ദാറ്റ് ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് എത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന സാധനം നോക്കൂ, 2/2 tan ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു പ്രോബ്ലത്തിൽ തന്നെ നമ്മൾ നോക്കി. ദാറ്റ് ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. tan ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി. ഇനി tan ഇൻവേഴ്സ് അടിക്കാൻ അറിയാത്തവരൊന്നുകൂടെ ആലോചിക്കണം, ഷിഫ്റ്റ് അമർത്തിയിട്ട് tan അമർത്തുക എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി ഞാൻ ഈ കോംപ്ലക്സ് നമ്പറിൽ അധികം സെക്ഷനിലേക്ക് വരുന്നില്ല, ബാക്കി ഭാഗമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ കുഴപ്പമില്ലാതെ എല്ലാവരും ചെയ്യുമായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രിഗ്നോമെട്രിക്ക് തന്നെ വരുന്നത്. ട്രിഗ്നോമെട്രിയിൽ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. മുന്നത്തെ 2015 സ്കീമിലും എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് ഞാനൊന്ന് പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ എന്താണ്, പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പ്രൂവ് ദാറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നുള്ളത് അവിടത്തേക്ക് തന്നെ നമ്മൾ എത്തിക്കണം. അതൊന്ന് ഓർത്ത് വെക്കണേ. കൊസീക്ക് തീറ്റ ഡിവൈഡ് ബൈ കൊസീക്ക് തീറ്റ -1 പ്ലസ് അടുത്തത് എന്താണ്, കൊസീക്ക് തീറ്റ ഹോൾ ഡിവൈഡ് ബൈ കൊസീക്ക് തീറ്റ +1 ഈക്വൽ ടു എന്ത് തന്നിട്ടുണ്ട്, 2 സീക്ക് സ്ക്വയർ തീറ്റ. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, നമുക്കിത് രണ്ടും തന്നിട്ടുള്ളത് എന്താണ്, ഒരു ഫ്രാക്ഷൻ നമ്പേഴ്സാണ്. രണ്ട് ഫ്രാക്ഷൻ നമ്പേഴ്സ് അല്ല, ട്രിഗ്നോമെട്രി ഫങ്ഷൻസ് ആണ്, പക്ഷേ ഫ്രാക്ഷൻ ആയിട്ടാണ്. രണ്ട് ഫ്രാക്ഷൻസ് അഡീഷനായി തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യാം, ബ്രാക്കറ്റൊന്നും ഇല്ലെങ്കിൽ ബ്രാക്കറ്റൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പിലേക്ക് ഡയറക്റ്റ്ലി പോവുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക, ഈ കൊസീക്ക് തീറ്റേനെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, കൊസീക്ക് തീറ്റ +1 പ്ലസ് നടുവിൽ പ്ലസ് അല്ല, അപ്പോൾ അത്. ഇനി അടുത്തത് ഏതാ, കൊസീക്ക് തീറ്റ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആരുണ്ട്, കൊസീക്ക് തീറ്റ -1. അപ്പോൾ ന്യൂമറേറ്ററിൽ എല്ലാ സാധനം കഴിഞ്ഞ് ഇനി ഡിനോമിനേറ്ററിൽ നമുക്ക് എന്താ ചെയ്യാനുള്ളത്, കൊസീക്ക് തീറ്റ കൊസീക്ക് സ്ക്വയർ തീറ്റ -1. അപ്പോൾ ഇതുവരെ നിങ്ങൾ ആദ്യം എഴുതുക. അപ്പോൾ a+b × a-b എന്നുള്ള ആപ്ലിക്കേഷനാണ് താഴെ യൂസ് ചെയ്തിട്ടുള്ളത്. a² - b², ദാറ്റ് ഈസ് ഈക്വൽ ടു കൊസീക്ക് സ്ക്വയർ -1 എന്നാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഓരോ ടേമിനെ കൊടുക്കുക. അതേപോലെ തന്നെ കൊസീക്കിൻ്റെ ആ സൈഡ് നമ്മൾ എന്ത് ചെയ്യുക, ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുക. ഒന്ന് കൊടുത്തു നോക്കൂ, കൊസീക്ക് × കൊസീക്ക് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കൊസീക്ക് സ്ക്വയർ തീറ്റ. കൊസീക്ക് തീറ്റ × 1 എന്ന് പറഞ്ഞാൽ കൊസീക്ക് തീറ്റ പ്ലസ് കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് കൊസീക്ക് തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ കൊസീക്ക് സ്ക്വയർ തീറ്റ -1. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തു വെക്കുക. ഇനി നോക്കൂ, വെട്ടിക്കളയാനുള്ള ടേംസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ക്രോസ് ചെയ്ത് കളയാം. ഈ പ്ലസ് കൊസീക്ക് തീറ്റയും മൈനസ് കൊസീക്ക് തീറ്റയും നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കളയാം. ദെർഫോർ ഇറ്റ് ഈസ് ഈക്വൽ ടു 2 കൊസീക്ക് സ്ക്വയർ തീറ്റ ഹോൾ ഡിവൈഡ് ബൈ 2 കൊസീക്ക് തീറ്റ കൂട്ടിക്കഴിഞ്ഞാൽ 2 കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് കൊസീക്ക് സ്ക്വയർ തീറ്റ -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കോട്ട് സ്ക്വയർ തീറ്റയാണെന്നറിയാം. അപ്പോൾ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കോട്ട് സ്ക്വയർ തീറ്റ. അതുവരെ എഴുതി വെക്കുക. ഇനി കൊസീക്ക് സ്ക്വയർ തീറ്റ ബൈ കോട്ട് സ്ക്വയർ തീറ്റ എന്നാണ്. അപ്പോൾ നമുക്ക് കൊസീക്ക് നമുക്കറിയാം, റെസിപ്രോക്കൽ പ്രകാരം കൊസീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സൈൻ കോസ്. ഇത് ഓർമ്മയില്ലാത്ത ആൾക്കാരൊന്ന് ഓർത്ത് വെക്കുക. സൈൻ തീറ്റ, കൊസീക്ക് തീറ്റ, ടാൻ തീറ്റ. ഇപ്പുറത്ത് എഴുതാൻ ഓർക്കുക, കൊസീക്ക് തീറ്റ, സീക്ക് തീറ്റ, അതുപോലെ കോട്ട് തീറ്റ. അപ്പോൾ കൊസീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ എന്താക്കി മാറ്റാം, 1 സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. ഇവിടെ 2 കിടക്കുന്നുണ്ട്, അത് മറക്കണ്ട. ഹോൾ ഡിവൈഡ് ബൈ കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ ഇത്രയും നമ്മൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. അപ്പോൾ 2 × 1 സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ. എന്നിട്ട് ഈ സൈൻ സ്ക്വയറും വെട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കി ആരാ ഉണ്ടാവുക, 2 × 1 കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ നമുക്കറിയാം ഇവിടെ സൈൻ തീറ്റ കോസ് തീറ്റയാണ് കേട്ടോ. ഓക്കെ, ഇത് സൈൻ തീറ്റ. അപ്പോൾ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സൈൻ്റെ റെസിപ്രോക്കലാണ് 1 കൊസീക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 കോസിൻ്റെ റെസിപ്രോക്കലാണ് ആരെന്ന് പറയുന്നത്, സീക്ക് തീറ്റ. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം 2 ×
എന്താണ് 2 × 1/cos² എന്ന് പറയുന്നിടത്ത് എന്തുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക sec². അപ്പോൾ പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യന് സാധാരണ റിപ്പീറ്റഡ് നമ്മൾ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് മാത്രമേ മാറാറുള്ളൂ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കോഷ്യൻ്റ് റൂളിലേക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുക. കോഷ്യൻ്റ് റൂള് സാധാരണഗതിയിൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതിലേക്കൊന്ന് വരാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ ഇവിടെ എത്രാമത്തെ ക്വസ്റ്റ്യൻ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളൂ. ഒരു തേർഡ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് sec(x) യൂസിങ് കോഷ്യൻ്റ് റൂള്. അപ്പോൾ ഞാൻ കോഷ്യൻ്റ് റൂളിലെ ക്വസ്റ്റ്യൻസ് എടുക്കാൻ കാരണമൊന്നുമല്ല, പ്രൊഡക്റ്റ് റൂൾ ഞാൻ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു, അതുകൊണ്ടാണ്. അപ്പോൾ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് sec(x) യൂസിങ് കോഷ്യൻ്റ് റൂൾ ആൻഡ് 2 ക്വസ്റ്റ്യൻ ഉണ്ട് എൻ്റെ. ആൻഡ് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് 4 sin x - 3 cos x. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കോഷ്യൻ്റ് റൂൾ എന്താണെന്ന് ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കോഷ്യൻ്റ് റൂൾ എന്ന് പറഞ്ഞാൽ കോഷ്യൻ്റ് റൂൾ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് d/dx ഓഫ് u/v. u/v ഈസ് ഈക്വൽ ടു ഫസ്റ്റ് v ഇൻറ്റു d/dx ഓഫ് u മൈനസ് u ഇൻറ്റു d/dx ഓഫ് v ഹോൾ ഡിവൈഡ് ബൈ v². v ഇൻറ്റു d/dx ഓഫ് u മൈനസ് u ഇൻറ്റു d/dx ഓഫ് v ഹോൾ ഡിവൈഡ് ബൈ v². അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ sec(x) എന്നാണ് തന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പ്രോബ്ലം അല്ലേ നമ്മൾ ചെയ്തിരുന്നത്, sec(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ റെസിപ്രോക്കലാണ്. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അത് പറയാൻ കാരണം എന്താ വെച്ചാൽ sec(x) ഈസ് ഈക്വൽസ് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം, u/v ഫോമൊക്കെ ആക്കണമെങ്കിൽ ഈ sec(x)ൻ്റെ റെസിപ്രോക്കലാണ് എന്തെന്ന് പറയുന്നത് 1/cos x. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്, d/dx ഓഫ് 1/cos x. അപ്പോൾ എന്താ വരിക, d/dx ഓഫ് sec(x)നെ d/dx cos x ആക്കി മാറ്റി. ഇവിടെ d/dx ഉണ്ട് കേട്ടോ. ഓക്കെ, d/dx ഓഫ് 1/cos x ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക, ഫസ്റ്റ് ഡിനോമിനേറ്ററത്തെ ഫംഗ്ഷൻ നോക്കുക, cos x ഇൻറ്റു d/dx ഓഫ് 1 മൈനസ് 1 ഇൻറ്റു d/dx ഓഫ് cos x ഹോൾ ഡിവൈഡ് ബൈ v². v എന്ന് പറഞ്ഞാൽ cos x അല്ലേ, അപ്പോൾ cos²x. ഫസ്റ്റത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആണ്. നമുക്കറിയാം d/dx ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആണെന്നറിയാം. cos x എന്ന് പറഞ്ഞാൽ എന്താണ്, d/dx ഓഫ് cos x sin x ഹോൾ ഡിവൈഡ് ബൈ cos²x. അപ്പോൾ എല്ലാം വെട്ടിക്കളഞ്ഞ് ലാസ്റ്റ് നമുക്ക് എന്തിലേക്ക് എത്തും, ദാറ്റ് ഈസ് ഈക്വൽ ടു tan x ഇൻറ്റു sec(x)ലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടത് ഈ കോഷ്യൻ്റ് റൂൾ എന്ന് പറയുന്നത്, കോഷ്യൻ്റ് റൂൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കണം. d/dx ഓഫ് പ്രോഡക്റ്റ് റൂൾ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കോഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, d/dx ഓഫ് എന്താണ് u/v ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് നിങ്ങൾ പഠിക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ട് എന്താണ് ആ ക്വസ്റ്റ്യൻ്റെ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് 4 ഡെറിവേറ്റീവ് കാണാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഡെറിവേറ്റീവ് കാണാനുള്ള ക്വസ്റ്റ്യനിൽ എന്താ, സെക്കൻഡ് പാർട്ടിലത്തെ ക്വസ്റ്റ്യൻ y ഈസ് ഈക്വൽ ടു 4 sin x മൈനസ് 3 cos x എന്നാണ് ക്വസ്റ്റ്യൻ തന്നുള്ളത്. അപ്പോൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ, dy/dx ഈക്വൽ ടു sin x ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ cos x മൈനസ് 3 ഇൻറ്റു cos x ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു cos x എന്ന് പറഞ്ഞാൽ മൈനസ് sin x ആണ്. മൈനസും കൂടി എന്തായി മാറി, പ്ലസ് sin x. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അത് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അതേപോലെ തന്നെ ഞാനൊരു കോഷ്യൻ്റ് റൂളിൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടി നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് നോക്കി നോക്കാം. കോഷ്യൻ്റ് റൂള്, പ്രോഡക്റ്റ് റൂള്, കോഷ്യൻ്റ് റൂള് വെച്ച പ്രോബ്ലം എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ അത് എന്തായാലും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇനി 4th ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ഫോളോയിങ് ഫംഗ്ഷൻ.
അപ്പോൾ അത് 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് എക്സ് ബൈ എക്സും തന്നിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ, x² ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ആദ്യം മനസ്സിലാക്കുക. നോക്കൂ, ഡെറിവേറ്റീവ് കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് തന്ന ക്വസ്റ്റ്യൻ u ബൈ വിയും രണ്ടാമത് തന്ന ക്വസ്റ്റ്യൻ u ഇൻറ്റു വി. അപ്പോൾ ഫസ്റ്റ് കോഷ്യൻ റൂൾ യൂസ് ചെയ്തും ചെയ്യണം, സെക്കൻഡ് ഏത് യൂസ് ചെയ്തും ചെയ്യണം, പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്തും ചെയ്യണം എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഫസ്റ്റിൽ കോഷ്യൻ റൂൾ ഞാൻ ഇനി ഫോർമുല എഴുതുന്നില്ല, തൊട്ട മുന്നിൽ അത് എഴുതിയോണ്ട് ഞാൻ എഴുതുന്നില്ല. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എന്ത് എഴുതാം, ലോഗ് എക്സ് ബൈ ഡിനോമിനേറ്ററിൽ ആരാണ് എക്സ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ആ ഫോർമുല യൂസ് ചെയ്തിട്ട് എഴുതാം, എക്സിന് അതേപോലെ നിർത്തി. ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/x ആണെന്നറിയാം, മൈനസ് ലോഗ് എക്സിന് അതേപോലെ നിർത്തി ഡി ബൈ ഡി എക്സ് ഓഫ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഹോൾ ഡിവൈഡ് ബൈ അടിയിൽ ആര് വരും, x². നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്കൊന്നും കൂടി ചെയ്യുമ്പോൾ എന്തരാ, ഈ മേലുള്ള എക്സും ഈ എക്സും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേലെ ആരുണ്ടാവുക 1 മൈനസ് ലോഗ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ ആര് വരും, x². ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. നെക്സ്റ്റ് സെക്ഷനിൽ ഡി ബൈ ഡി എക്സ് ഓഫ് x² ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, ഡിഫറൻഷ്യൽ ഓഫ് ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ് ഉണ്ട്, കൊസീക്കും സീക്കും കോട്ടൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് സൈനും കോസും ടാനും. ഇനിയിപ്പോൾ ഒന്നും പഠിക്കാത്ത ഒരാളാണെങ്കിൽ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറയാം ടാനും സൈൻ ഇൻവേഴ്സുമാണ്. ബാക്കിയുള്ളതിനെക്കാട്ടും കൂടുതൽ സാധ്യത വരാൻ x² ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് റൂളാണ്, ഇയാളെ യു ആക്കിയെടുക്കുക, ഇയാളെ എന്താക്കിയെടുക്കുക, വി ആക്കിയിട്ടെടുക്കുക. ഇൻറ്റു ആണ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ, ഇൻറ്റു ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക, ഫസ്റ്റ് ഫംഗ്ഷൻ അതേപോലെ നിർത്തി ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ 1/1 പ്ലസ് x². അപ്പോൾ അത് അറിയാത്തവരൊന്നും ഓർത്ത് വെക്കുക, ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1/1 പ്ലസ് x² ആണ്. ഇതൊന്ന് ഓർത്ത് വെക്കണം ഇത് പഠിക്കുമ്പോൾ. ഇൻറ്റു ഇനി പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇവിടെ എന്ത് ചിഹ്നം വരും, പ്ലസ്, ഇൻറ്റു x² ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താ 2x ഇൻറ്റു ആ ഫംഗ്ഷൻ തന്നെ ടാൻ ഇൻവേഴ്സ് എക്സ് എടുത്ത് എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഒന്നും കൂടി നമുക്ക് വൃത്തിയിലെടുത്ത് എഴുതാം. എന്താ വരിക, x² അതേപോലെ തന്നെ ഡിവൈഡ് ബൈ 1 പ്ലസ് x² പ്ലസ് 2x ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ്. ഈസിയാണ്, ആകെ 2 സ്റ്റെപ്പുള്ളൂ, 7 മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡിഫറൻസിയേഷൻ നന്നായി പഠിക്കുകയാണെങ്കിൽ കുറേ സ്റ്റെപ്പ് എഴുതി പോകേണ്ട ആവശ്യമില്ല. ട്രിഗ്നോമെട്രി ആണ് നിങ്ങൾ കുറേ സ്റ്റെപ്പ് ചെയ്യേണ്ടത്. ഡിഫറൻസിയേഷൻ പെട്ടെന്ന് ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി അതങ്ങനെ ചെയ്യാം. ഇനി നമ്മളെ 4th മോഡ്യൂളിലേക്ക് നമ്മൾ തീരെ ചെന്നിട്ടില്ല. അപ്പോൾ 4th മോഡ്യൂളിലത്തെ ഒരു 2 ക്വസ്റ്റ്യനും കൂടി ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡിഫറൻസിയേഷൻ, അപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷനിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 4 ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനി 5ാമത്തെ ഒരു ക്വസ്റ്റ്യൻ അതിലേക്ക് പോവാം. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ്, ഡെറിവേറ്റീവ് ഓഫ് e raised to 2x ഇൻറ്റു cos 3x. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2 എണ്ണം ഉണ്ട്, 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ലോഗ് sec x പ്ലസ് ടാൻ എക്സ്. ഇതാണ് 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് e raised to 2x ഇൻറ്റു cos 3x ലോഗ് ഓഫ് sec x പ്ലസ് ടാൻ എക്സും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൽ പ്രൊഡക്റ്റ് ആണോ കോഷ്യൻ്റ് ആണോ എന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. ഇത് നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ e raised to 2x എന്നുണ്ട്. അപ്പോൾ e raised to x വെച്ചിട്ടാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അതുപോലെ cos x എന്ന് വരുന്നതിന് പകരം cos 3x ആണ് വന്നുള്ളത്. അങ്ങനെ വരുന്ന സാധനത്തിന് പറയുന്ന ഒരു പേരാണ് എന്ത്, ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ. ഇപ്പോൾ cos x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് 3x എന്ന് പറയുന്ന വേറൊരു ഫംഗ്ഷൻ വന്ന് കയറിയത്. അപ്പോൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ആലോചിക്കുക. ഇപ്പോൾ നോക്കൂ, നോർമലി e raised to x ആണ് മാത്രം തന്നു വെച്ചാൽ നിങ്ങൾക്ക് e raised to x-നെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ നമുക്കറിയാം e raised to x എന്ന് പറഞ്ഞാൽ എന്താ, ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ e raised to x തന്നെയാണ്. ഇനിയിപ്പോൾ
ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു 2x ആണ് തന്നു വെച്ചാലോ, ഇ റേസ് ടു 2x ഇൻറ്റു ഇനി ആരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, 2x ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റു ആരും കൂടി വരും, ഒരു 2 കൂടി വരും. അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് വരാം. പ്രോഡക്റ്റ് റൂളാണ് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു 2x ഇൻറ്റു കോസ് 3x ആണ് ക്വസ്റ്റ്യൻ തന്നത്. അപ്പോൾ നമ്മളെ പ്രോഡക്റ്റ് ഇതിന് യു ആക്കി എടുക്കുക, അതിനെ വി ആക്കി എടുക്കുക. പ്രോഡക്റ്റ് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. എന്നിട്ട് പ്രോബ്ലത്തിലേക്ക് വരാം. ആദ്യത്തെ ഫംഗ്ഷന് യാതൊരു മാറ്റമില്ല, അത് അതേപോലെ എഴുതി. ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് 3x പ്ലസ് എന്താ വരിക, കോസ് 3x ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ആര് വരും, ഇ റേസ് ടു 2x. ഇത്രയും സ്റ്റെപ്പ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പ്രോഡക്റ്റ് ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ചെയ്യാൻ അറിയില്ലെങ്കിൽ കൂടി ഇത്രയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ റേസ് ടു 2x ഒരു മാറ്റമില്ല, അത് അതേപോലെ തന്നെ എഴുതി. കോസ് 3x ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക, കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മൈനസ് സൈൻ 3x എന്ന് എഴുതുക. എന്നിട്ട് ആരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, 3x ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ഇൻറ്റു 3 വരും, പ്ലസ് അത് അവിടെ തീർന്നു. നെക്സ്റ്റ് സെക്ഷൻ നോക്കൂ, കോസ് 3x അതേപോലെ എഴുതുക. ആരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ളത്, ഇ റേസ് ടു 2x ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇ റേസ് ടു 2x ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ, ഇ റേസ് ടു 2x അതേപോലെ എഴുതി. ഇൻറ്റു ആരും കൂടി വരും, ഇൻറ്റു 2. അപ്പോൾ ഇതിന് ഇത്രയും എഴുതി നിർത്തുക. അല്ലെങ്കിൽ ഇനി ഒന്നും കൂടി നിങ്ങൾക്ക് നീറ്റായിട്ട് ഈ പ്രോബ്ലം എഴുതി വെക്കണം എന്നുണ്ടെങ്കിൽ എന്തെഴുതുക, 3നെ മൈനസിനെ മുന്നിലേക്ക് എഴുതി, 3 മുന്നിലേക്ക് എഴുതി. ഇ റേസ് ടു 2x ഇൻറ്റു സൈൻ 3x പ്ലസ് ഇനിയോ നമ്മളെ 2 ഉണ്ട് ഇവിടെ കിടക്കുന്നത്, ഇ റേസ് ടു 2x മുന്നിലേക്ക് എഴുതുക. എന്നിട്ട് എന്തെഴുതുക, അപ്പോൾ നമുക്ക് ആൻസർ കാണുമ്പോൾ ഒരു നീറ്റ്നെസ് ഫീൽ ചെയ്യും. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, സ്റ്റെപ്പൊക്കെ ഒന്ന് നീറ്റായിട്ട് എഴുതുക. അപ്പോൾ ഇതുവരെ എഴുതിയാലും നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്കും കിട്ടും. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരും. അതൊക്കെ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ 4th മോഡ്യൂളത്തെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ അപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷനിൽ വരുന്നതാണ്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് നെക്സ്റ്റ് ലോഗ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ലോഗ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് എന്നാണ്. അപ്പോൾ ലോഗ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം എന്താണെന്നറിയാം, 1/x ആണെന്നറിയാം. പക്ഷേ ഇവിടെ ഈ സാധനം നമുക്ക് തന്ന ഈ ടേം എന്ന് പറയുന്നത് എന്താണ്, എക്സ് ആണ്. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ കയറി വന്നതെന്ന് ആലോചിക്കുക. അപ്പോൾ ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ എഴുതുക, 1/x എന്നല്ല. ആ എക്സ് എഴുതേണ്ടതിന് പകരം നമ്മൾ എന്ത് എഴുതുക, സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് അത്രയും എഴുതി വെക്കുക. 1 + സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് ഇൻറ്റു ഇനി ആരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, ഡി ബൈ ഡി എക്സ് ഓഫ് ആരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും പറയൂ, 1 സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് പ്ലസ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, സീക്ക് സ്ക്വയർ എക്സ്. അപ്പോൾ ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യാം, ചെയ്ത് വെക്കണം. ഈസിയാണ്. ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ നല്ല ഈസിയാണ് പഠിക്കാൻ. ഡിഫറൻസിയേഷൻ പഠിച്ച ഒരു കുട്ടിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞാൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എത്രാമത്തെ 5 ക്വസ്റ്റ്യനായി, ഇനി 6ാമത്തെ ഒരു ക്വസ്റ്റ്യൻ അതും കൂടി ചെയ്തിട്ട് ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഈ y = x cos x. ഇവിടെയും ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഡോട്ടൊന്നും ക്വസ്റ്റ്യനിൽ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ തന്നെ ഒക്കെ മനസ്സിലാക്കുക. ദെൻ പ്രൂവ് ചെയ്യാനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ പ്രൂവ് ചെയ്യാൻ തന്നാൽ നമുക്കറിയാം എന്താണോ ക്വസ്റ്റ്യനിൽ തന്നത് അതുവരെ നമ്മൾ ചെയ്യേണ്ടി വരും എന്ന് ആലോചിച്ച് നോക്കുക. d² y dx² പ്ലസ് y പ്ലസ് 2 sin x 2 ഇൻറ്റു ആണ് കേട്ടോ. ഓക്കെ, 2 ഇൻറ്റു sin x = 0. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ y = x cos x, ദെൻ പ്രൂവ് ദാറ്റ് d² y പ്ലസ് y പ്ലസ് 2 sin x = 0. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നോക്കൂ, d² y dx² എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്, സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുക എന്നുള്ളത് ആദ്യം പ്രൂവ് ആണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് എത്താൻ വേണ്ടി ഫസ്റ്റ് ഡെറിവേറ്റീവ് ആദ്യം ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനിൽ തന്ന സാധനത്തിന് ഇറക്കിയിടുക. y =
എക്സ് കോസ് എക്സിനെ ഇറക്കിയിടാം. ഇനി ഇതിൻ്റെ വൈ ഡാഷ് ആണ് കണ്ണ്. വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് കോസ് എക്സ്. അപ്പോൾ ഒന്ന് നമുക്ക് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് നോക്കാം. എക്സിനെ യു ആക്കിയിട്ടെടുക്കുക, കോസ് എക്സിനെ എന്താക്കി എടുക്കുക? വി ആക്കിയെടുക്കുക. ഇവിടെ ഇൻറ്റു ഉണ്ട് നമ്മൾ ഓർത്ത് വെക്കുക. അപ്പോൾ എന്തായിരിക്കും വരിക ഒന്ന് പറയൂ? എക്സ് ഇൻറ്റു ഫസ്റ്റ് എക്സ് ഇൻറ്റു കോസ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് എന്താ? എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസിയേഷൻ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് എന്താണ് നമ്മളോട് ചോദിച്ചുള്ളത്? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, അല്ലെങ്കിൽ അതിന് വേറെ പറയുന്ന പേരെന്താ? സെക്കൻഡ് ഡെറിവേറ്റീവ്, അല്ലെങ്കിൽ വൈ ഡബിൾ ഡാഷ് ഓഫ് ആരെ കാണേണ്ടത്? that is equal to d by dx of minus x sin x പ്ലസ് കോസ് എക്സിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ഇവിടെ എന്ത് അപ്ലൈ ചെയ്യേണ്ടി വരും? പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യേണ്ടി വരും. യു ഇൻറ്റു വി എന്നുള്ള സാധനം കാണുന്നുണ്ടോ? അപ്പോൾ അവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ എന്താ വരിക? ഞാനിനി പ്രൊഡക്റ്റ് റൂൾ അതിന് ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. മൈനസ് എക്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് sin 2x minus sin 2x that is equal to x cos x minus 2 സൈൻ എക്സ്. അപ്പോൾ ഇവിടെ 2 ഇല്ല കേട്ടോ, സോറി തെറ്റിപ്പോയിന. മൈനസ് എക്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. അപ്പോൾ 2 മൈനസ് സൈൻ എക്സും കൂടി ആയിക്കഴിഞ്ഞാൽ മൈനസ് 2 സൈൻ എക്സ് ആവും. കോസ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? മൈനസ് സൈൻ എക്സ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഭാഗം ഒന്ന് റബ്ബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി ഇപ്പോൾ നമുക്ക് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ നമുക്ക് കിട്ടി. ഇനി നമ്മളെ ക്വസ്റ്റ്യനിൽ നോക്കൂ, അത് നമുക്ക് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ പ്ലസ് 2 സൈൻ എക്സ് ഈക്വൽ ടു 0 എന്നാണ് തന്നിട്ടുള്ളത്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് കോസ് എക്സ് മൈനസ് 2 സൈൻ എക്സ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് വരെ ഉള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ എന്ന് പറയുന്നത് എന്താണ്? വൈ എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ്. നമ്മൾ തുടങ്ങിയത് എന്തിലായിരുന്നു? എക്സ് കോസ് എക്സിലല്ലേ. അപ്പോൾ എക്സ് കോസ് എക്സ് പ്ലസ് ഇനി 2 സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാറ്റമൊന്നും വരുത്താനല്ല. നമ്മൾ 2 ഇൻറ്റു ഒരു മിനിറ്റ്, നമ്മളെ ക്വസ്റ്റ്യനിൽ എന്താണോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത് അതൊന്ന് ഓർത്ത് വെക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ്. ഇത്രയും സാധനങ്ങൾ എഴുതുക. ഇതാണ് നമ്മളെ വൈ, ഇതാണ് നമ്മളെന്ത്? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. പിന്നെ ക്വസ്റ്റ്യനിൽ തന്ന സാധനമാണ് ഈ ടേം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വെട്ടിക്കളയാൻ പറ്റുന്ന ടേംസ് ഉണ്ടോ എന്ന് ആദ്യം നോക്കാം. അപ്പോൾ നോക്കൂ, ഈ ക്വസ്റ്റ്യനിൽ ഞാനിവിടെ ഒരു മൈനസ് ഇട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ മൈനസ് ഇവിടെ ഇടുക. ദാറ്റ് ഇപ്പോൾ മൈനസ് എക്സ് കോസ് എക്സ്. ഇവിടെ മൈനസ് എക്സ് കോസ് എക്സ് ഉണ്ട്, ഇവിടെ ആരുണ്ട്? പ്ലസ് എക്സ് കോസ് എക്സ് ഉണ്ട്. അപ്പോൾ 2 ടേമും പോയി. ഇനിയോ ഇവിടെ മൈനസ് 2 സൈൻ എക്സ് ഉണ്ട്, ഇവിടെ പ്ലസ് 2 സൈൻ എക്സ് ഉണ്ട്. അപ്പോൾ ഈ ടേമും വെട്ടിക്കളഞ്ഞ്. അപ്പോൾ ബാക്കി ആരാണ്ടാവുക ഇനി? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 0. അപ്പോൾ ഈസി ആയ പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഒരു കാര്യങ്ങൾ ആലോചിക്കണം. വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഫസ്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വൈ ഡാഷ് കിട്ടും. വൈ ഡാഷിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ വൈ ഡബിൾ ഡാഷ് കിട്ടും. അപ്പോൾ ഈ വൈ ഡാഷ് എന്ന് പറയുന്നതിന് വേറൊരു പേരാണ്, നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? ഡി വൈ ബൈ ഡി എക്സ്. വൈ ഡബിൾ ഡാഷിൻ്റെ ഒരു പേരാണ് എന്ത്? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. അപ്പോൾ ഇതൊക്കെ വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താലാണ് വൈ ഡാഷിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ വൈ ഡബിൾ ഡാഷ്. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുവിധം ക്വസ്റ്റ്യൻസ് എല്ലാം കവർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്, എല്ലാ സെക്ഷനിലെയും. അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഞാനൊന്ന് പറഞ്ഞു തരാം. കോംപ്ലക്സ് നമ്പറിൽ ഫസ്റ്റ് മോഡ്യൂളിലെ കോംപ്ലക്സ് നമ്പറിൽ നമ്മൾ
നന്നായി ഫോക്കസ് ചെയ്യേണ്ടത് മോഡുലസ് എങ്ങനെ കാണാം, ആംപ്ലിറ്റ്യൂഡ് എങ്ങനെ കാണാം, അഡീഷൻ, ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ അഡീഷൻ എങ്ങനെ ചെയ്യാം, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് പാസ് ആവുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. പിന്നെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഡിഫറെൻറ്റ് ഇക്വേഷൻസ് ഫോം ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, കോംപ്ലക്സ് നമ്പറിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഇനി സെക്കൻഡ് മോഡ്യൂളായ നമ്മൾ ട്രിഗ്നോമെട്രിയിൽ നമ്മൾ ഇക്വേഷൻസ്, അഡീഷൻ ഫോർമുല, സബ്ട്രാക്ഷൻ ഫോർമുല, ട്രിഗ്നോമെട്രിയിൽ അതുപോലെ ട്രിഗ്നോമെട്രിയിൽ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് തന്നിട്ട് മറ്റേ സൈഡ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്, അങ്ങനത്തെ, അതുപോലെ സൈൻ A+B, ടാൻ A+B, അതിൻ്റെയൊക്കെ ഇക്വേഷൻസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതൊക്കെ നന്നായി ഫോക്കസ് ചെയ്യുക. പിന്നെ നമ്മൾ എന്താ പറയുക, 2 ഫ്രാക്ഷനായി തന്നു കഴിഞ്ഞാൽ പ്രൂവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, അതൊക്കെ നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഡിഫറൻസിയേഷനിലേക്ക് വരുമ്പോൾ, തേർഡ് മോഡ്യൂളായ ഡിഫറൻസിയേഷനിലേക്ക് വരുമ്പോൾ, ഡിഫറൻസിയേഷനിൽ ഒരു 13 d/dx ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നില്ലേ, d/dx ഓഫ് sin x, അങ്ങനത്തെ ഒരു 13 ഫോർമുലാസ് ഉണ്ട്. 13 ഡിഫറൻസിയേഷൻ്റെ ഫോർമുലാസ് നിങ്ങൾ പഠിക്കണം. പോരാതെ പ്രൊഡക്റ്റ് ഫോർമുല പഠിക്കണം. പ്രോഡക്റ്റ് ഫോർമുലയും പിന്നെ ഏതാണ് അടുത്തത്, കോഷ്യൻ ഫോർമുല. ഇത്രയും സെക്ഷൻ നിങ്ങൾ കവർ ചെയ്താലേ നിങ്ങൾക്ക് അത്യാവശ്യം ജസ്റ്റ് പാസ് ആവേണ്ട ആൾക്കാരെ കാര്യം മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ ജസ്റ്റ് പാസ് എന്തായാലും ആവാൻ പറ്റും. ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചു പോവുക. പ്രൊഡക്റ്റ്, കോഷ്യൻ്റ്, പിന്നെ ആ 13 ഫോർമുല ഡിഫറൻസിയേഷൻ്റെയും പഠിക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട്. പിന്നെ ഫോർത്ത് മോഡ്യൂൾ വരുന്നത് നമ്മളത് ഏതാ, അപ്ലിക്കേഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് ഈസി മോഡ്യൂളാണ്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ എന്താ, ഫങ്ഷൻ ഓഫ് ഫങ്ഷൻ. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷനും കൂടി തരാം. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ഒരാളാണ്, ഡിഫറൻസിയേഷൻ പഠിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും നിങ്ങൾ നോക്കുക. ഒന്നുമില്ല, എളുപ്പമാണ്. ഇപ്പോൾ നോക്കൂ, d/dx ഓഫ് sin x എന്നുള്ളതിന് നമുക്ക് എന്താണെന്ന് അറിയാം, എല്ലാവർക്കും cos x ആണെന്ന് അറിയാം. അപ്പോൾ d/dx ഓഫ് sin x എന്ന് തരുന്നതിന് പകരം sin 2x, ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതുക, sin 2x ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ cos 2x എന്ന് എഴുതുക, ഇൻറ്റു ആരെയും കൂടി എഴുതണം, ഇൻറ്റു ഒരു 2, ഈ 2x ഡിഫറൻഷ്യേറ്റ് ചെയ്താനുള്ള 2 കൂടി എഴുതുക. അത്രയും ഓർത്ത് വെക്കുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലോണം ഫോക്കസ് ചെയ്യുക. അതിൽ പ്രൊഡക്റ്റും കോഷ്യൻറ്റും ചോദിക്കാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു സെക്ഷനാണ് ഡിഫറൻസിയേഷനിൽ തുടക്കം. അത് പറയാൻ വിട്ടുപോയത്, ലിമിറ്റ് എന്ന് പറയുന്ന സെക്ഷൻ. ഈസി ആയിട്ട് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതും കൂടി നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുക, നന്നായി ചെയ്തു പഠിക്കുക. മാത്സ് ആയതുകൊണ്ട് ചെയ്ത് പഠിക്കണം. നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. 75-ലുള്ള മാർക്കിൽ എന്തായാലും പാസ്സാവാൻ, മിനിമം പാസ് മാർക്ക് എന്തായാലും ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് ഷുവറാണ്. അപ്പോൾ 16th എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് എഴുതുക. എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, എല്ലാ കുട്ടികൾക്കും. താങ്ക് യു. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട് നിങ്ങൾ സഹകരിച്ചതിന് വളരെയധികം നന്ദി. താങ്ക് യു.